പ്രിയപ്പെട്ടവരെ നമസ്കാരം. പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. ക്യാൻസർ. ക്യാൻസർ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളിൽ, ബന്ധുക്കളിൽ, കുടുംബത്തിൽ, അയൽക്കാരിൽ, അങ്ങനെ നാട് നീളെ ക്യാൻസർ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയും, അയാളുടെ ജീവിതശൈലിയാണ് അങ്ങനെ ആക്കിയത്, അയാൾക്ക് രോഗത്തിന് അടിമയായത് അങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റ് ദുശീലങ്ങൾ ഒക്കെ എല്ലാം പറയും. അവരുടെ ഭക്ഷണ രീതി, അവരുടെ മദ്യപാനം അല്ലെങ്കിൽ പുകവലി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്ന് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ രോഗം വളരെ വേഗത്തിൽ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും, പുതിയ ന്യൂജൻ ഫുഡുകൾ ഒക്കെ ആയിരിക്കാം. പഴയ കാലത്തൊന്നും ക്യാൻസർ വളരെ അപൂർവമായിരുന്നു എന്ന് എൻ്റെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്താൽ അറിയാം. ക്യാൻസർ ഇന്നാണ്, അതുപോലെ തന്നെ പ്രമേഹം, ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ തിരുവനന്തപുരം RCCയിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പോയിരുന്നു. അവിടെ കണ്ട സങ്കടകരമായ ഓരോ അവസ്ഥകൾ വളരെ 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 ദുഃഖിപ്പിക്കുന്ന പല കാഴ്ചകളും കാണാനായി. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ മാസങ്ങളോളം വർഷങ്ങളോളം താമസിച്ച് ചികിത്സ തേടുന്ന, സ്വന്തം കിടപ്പാട്, ഞാൻ പരിചയപ്പെട്ട കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അതിൽ ഒരു അച്ഛൻ പറഞ്ഞത്, ഞാനും ഭാര്യയും എൻ്റെ 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റ്, ഒരു വീടും അത് വിറ്റിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ചികിത്സയുമായി ഇവിടെ ജീവിക്കുകയാണ്. വർഷം 2ആയി, മോളാണ്. അപ്പോൾ എന്താ പറയുക, ഇവർ പറയുന്ന വാക്കുകളൊക്കെ അവർ അതുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി നനവ് വന്നില്ലെങ്കിലും നമുക്ക് അത് സഹിക്കാനാവില്ല. കാരണം അവരൊക്കെ മരവിച്ച മനസ്സുമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്, ഇപ്പം ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി അവിടെ ഇവർക്ക് അറിയാവുന്ന തൊഴിൽ, പിന്നെ ഭാര്യയ്ക്ക് തയ്യൽ അറിയാം. അപ്പോൾ ഒരു തയ്യൽ മെഷീനൊക്കെ വാങ്ങി താമസിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ പൈസ, ഒരു ദിവസത്തേക്ക് ഒരു ഫാമിലിക്ക് 50 രൂപ കൊടുത്ത് വിത്ത് ഫുഡ് അവിടെ നിന്ന് കിട്ടുന്ന ഓരോ സന്നദ്ധ സംഘടനകളൊക്കെ നടത്തുന്ന ഒരുപാട് കോട്ടേജുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു മിഷനൊക്കെ കൊണ്ടിട്ട് ഇതുപോലുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്, ഫാമിലി ആയിട്ട് വന്ന് താമസിക്കുന്ന, രോഗികളായ അച്ഛനെയും അമ്മേനെയും കുട്ടികളെയും ഭാര്യനെയും ഭർത്താവിനെയും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് അവിടെ താമസിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ ഡ്രസ്സ് വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് തയ്ക്കാൻ അവരുടെ നൈറ്റി വാങ്ങിയാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം ചെറുതാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നു. ഇയാൾ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്ന ആളാണ്. അപ്പം ചെറിയ ചെറിയ ഫങ്ഷൻ, അപ്പോൾ രോഗികളായ മക്കൾക്കെല്ലാം ഈ പിറന്നാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാകും. ഭാര്യ പിന്നെ രോഗിയാണെങ്കിൽ അവർ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ട ചെറിയ ബിരിയാണി, ഇന്ന് ഇപ്പം 25 പേർക്ക് ബിരിയാണി, 50 പേർക്ക് ബിരിയാണി എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള അവിടെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ചെറിയ ചെറിയ തൊഴിലുകൾ എടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൂടി നടത്തി പോകുന്ന കുടുംബങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് മക്കൾ, തുള്ളിച്ചാടി നടക്കേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ, കീമോ അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് മുടിയൊക്കെ പോയി നല്ല ഓമനത്തമുള്ള മുഖവുമായി ചിരിക്കുകയോ, എല്ലാവരും നോക്കി ചിരിക്കുകയും കഥ പറയുന്ന ഒക്കെ മക്കളെ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി. വല്ലാത്തൊരവസ്ഥയാണ്. ഫീൽ ചെയ്യുന്നതാണ്. നമ്മൾ ഈ ലോകത്ത് ഒരുപാട് എന്താ പറയുക, സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റ് പല പ്രശ്നം, രാഷ്ട്രീയം, മതം, ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. പക്ഷെ ഈ രോഗത്തിനൊക്കെ അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ചില തിരിച്ചറിവ് ഉണ്ടാവുക. നമ്മൾ പോകണം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ എത്രയോ അത്യാഗ്രഹവും പിന്നെ ദുരാഗ്രഹവും കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് ജീവിച്ച് മരിക്കുന്നവരാ. പക്ഷെ അതൊന്നുമല്ല. അതിനിടയ്ക്ക് കുറേ ജീവിതങ്ങളുണ്ട് ഇവിടെ, കര പിടിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ കെഞ്ചുന്ന, കേഴുന്ന, ആരെയൊക്കെയോ വിളിച്ചിട്ടും ഒന്നും നടക്കാതെ പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് ഇവിടെ. അവരെയൊക്കെ കാണണമെങ്കിൽ ഇതുപോലുള്ള ആശുപത്രികളിൽ പോകണം, മെഡിക്കൽ കോളേജുകളിൽ പോകണം. ഇടയ്ക്കൊക്കെ യാത്ര അങ്ങോട്ടുമാവാം. ഉല്ലാസങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ പുറത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാകരുത്. നമുക്കൊക്കെ അങ്ങോട്ടും പോയാൽ കുറേ കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. നമ്മുടെ മക്കളെ കൂട്ടി ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകണം. അത് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് അത്രയും വിഷമമുണ്ട്. ഞാനത് കണ്ട് സഹിച്ച ആളാണ്. അപ്പം സംഭവം പറഞ്ഞു വരുമ്പോൾ,
ഞാൻ അവിടുന്ന് തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് ആ ബിൽഡിങ്, ആ RCCയുടെ ബിൽഡിങ് കണ്ടപ്പോൾ, എൻ്റെ തൊട്ടടുത്താണ് ശ്രീധര ഹോസ്പിറ്റലൊക്കെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അത് വേദനകളുടെ ഒരു കൊട്ടാരമായിട്ട് എൻ്റെ മനസ്സിങ്ങനെ തോന്നുക. അതൊരു വേദനയുടെ കൊട്ടാരമാണ്. അവിടെ നിറയെ സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാണ്. എന്നാലും ഇടയ്ക്കൊക്കെ പുഞ്ചിരിക്കുന്ന ചെറിയ കൊച്ചുമുഖങ്ങൾ, ചെറിയ രോഗികളായാലും നമ്മളോടൊക്കെ ചിരിക്കുകയോ ഒക്കെ ചെയ്യും, സംസാരിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ വേദനയാണ് ഉള്ളിൽ. ആ കൊട്ടാരത്തിൽ താമസിക്കുന്നവരൊക്കെ വേദനിക്കുന്നവരാണ്. രോഗിയായാലും കൂടെ നിൽക്കും ബൈസ്റ്റാൻഡ് ആയാലും എല്ലാവർക്കും. അങ്ങനെ ഞാൻ ആ ട്രെയിനിൽ നിന്ന് ഒരു റെസീറ്റ്, തുണ്ടുകടലാസ് ഉണ്ടായിരുന്നു, പേനയെടുത്തിട്ട് ഞാൻ എഴുതിയ 4 വരികൾ ഞാൻ ചൊല്ലുകയാണ്. അതിൻ്റെ ഞാൻ എഴുതിയ ആ കവിത നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൂടെയും ആവാം. നമ്മൾ അവിടെ പോയി ആഘോഷിക്കാനല്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ചുറ്റും നിന്നാൽ തന്നെ ആ ഭീകരത, ആ ദയനീയത ഒക്കെ കാണാൻ കഴിയും. നമുക്ക് ആവുന്ന രീതിയിൽ ആർക്കൊക്കെയെങ്കിലും സഹായങ്ങൾ ചെയ്യുക. നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ഒന്നും കൊണ്ടിട്ടിട്ട് ഒരാൾ നമ്മളെ കാണുമായിരുന്നെങ്കിൽ അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ നിന്ന് കളവ് പോകുന്ന മുതലുകൾ പിടിക്കാൻ ദൈവം കൂടെ പോവുക. നീ പോകലടാ, അവിടെ നിൽക്ക് എന്ന് പറയും ദൈവം. പക്ഷെ ഇത് കാണുന്ന ദൈവങ്ങൾ ആരാണ്? ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പം അത് കാണാൻ ദൈവം ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ അത് അദ്ദേഹം അയാൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കുളിർമ ഉണ്ടാവും. നമുക്ക് മനസ്സിനൊരു ഉന്മേഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു നടക്കുമ്പോൾ നമ്മളെന്തോ ചെയ്ത് അത് എവിടെയോ എത്തി എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും. അല്ലേ? സത്യമല്ലേ? എല്ലാവർക്കും നല്ലത് വരട്ടെ. വേദന കൊണ്ടൊരു കൊട്ടാരം, സങ്കടമല്ലു ആകാശം. വേദന കൊണ്ടൊരു കൊട്ടാരം, സങ്കടമല്ലു ആകാശം. അതിലവിടിവിടെ ചെറുതിരി പോൽ സന്തോഷത്തിൻ താരങ്ങൾ. അതിലവിടിവിടെ ചെറുതിരി പോൽ സന്തോഷത്തിൻ താരങ്ങൾ. എരിയണമോ ഒന്നാളി കത്തണമോ എന്നറിയാതെന്തോ ചെയ്യുന്നു. എരിയണമോ ഒന്നാളി കത്തണമോ എന്നറിയാതെന്തോ ചെയ്യുന്നു. നൊമ്പരമാണീ പൂന്തോട്ടം, നിറയെ മൊട്ടുകൾ വാടുന്നു. നൊമ്പരമാണീ പൂന്തോട്ടം, നിറയെ മുട്ടുകൾ വാടുന്നു. എന്നാലും ചില മുട്ടുകളിവിടെ ഉള്ള നിറത്തിൽ വിരിയുന്നു. എന്നാലും ചില മുട്ടുകളിവിടെ ഉള്ള നിറത്തിൽ വിരിയുന്നു. ചെറുനറുമണവും വീശുന്നു, ചെറുനറുമണവും വീശുന്നു. വേദന കൊണ്ടൊരു കൊട്ടാരം, സങ്കടമല്ലു ആകാശം. സങ്കടമല്ലു ആകാശം, സങ്കടമല്ലു ആകാശം. നന്ദി, നമസ്കാരം.